കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിധി കണ്ടെത്തി. ഒരു നിലവറ തുറന്നപ്പോൾ അതിൽ ഒത്തിരി നിധിയുണ്ടെന്ന് മനസ്സിലാക്കി. അത് മനസ്സിലാക്കിയതിന് ശേഷം പ്രൊട്ടക്ഷൻ കൂടി. അതിന് മുമ്പുള്ള കാലഘട്ടം എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. ഒത്തിരി ആക്സസ് ഉണ്ടായിരുന്നു ക്ഷേത്രത്തിനകത്ത് കയറാൻ. പക്ഷേ ഇപ്പം അങ്ങനെയില്ല. ആ നിധി കണ്ടെത്തിയതിന് ശേഷം, ആ കലവറ തുറന്ന് സ്വർണവും അതിനകത്തുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളും കണ്ടെത്തിയതിന് ശേഷം പ്രൊട്ടക്ഷൻ കൂടുതലാണ്, ഒത്തിരി സെക്യൂരിറ്റീസാണ്, നമുക്ക് എല്ലായിടത്തും ആക്സസ് ഇല്ല. ഇത് ആ നിലവറ തുറന്നതിന് ശേഷം ഒത്തിരി ചർച്ചയാക്കപ്പെട്ട ഒരു സംഭവമായിരുന്നു അത്. കാരണം ഇത്രയധികം നിധികൾ അതിനകത്തുണ്ട്, ഇത്രയധികം മൂല്യമുള്ള സാധനങ്ങൾ അതിനകത്തുണ്ട്. അത് വിറ്റാൽ ഇന്ത്യയിലെ എല്ലാ കടവും തീരുമെന്നൊക്കെ പലരും പറഞ്ഞു. ഇനിയും നിലവറകൾ തുറക്കാനുണ്ട്, അതിനകത്ത് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇത്രയേറെ നിധി അതിനകത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊരു വലിയൊരു വാർത്ത തന്നെയായിരുന്നു. പല ടൂറിസ്റ്റുകളും ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം കാണാൻ വരുന്നുണ്ട്, ഈ നിധിയുള്ളതിൻ്റെ പേരിൽ മാത്രം, ആ ഭാഗമൊക്കെ ഒന്ന് കണ്ടിട്ട് പോകണമെന്നുള്ളതിന് മാത്രം. അങ്ങനെ അന്ന് ഈ ന്യൂസ് ഒത്തിരി പ്രബലമായ സമയത്ത് സൂസപാക്യം പിതാവിൻ്റെ ഒരു പ്രസംഗം ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് എൻ്റെ സെമിനാരി കാലഘട്ടമായിരുന്നു. അന്ന് പിതാവ് പ്രസംഗത്തിൽ പറഞ്ഞിങ്ങനെയാണ്: നിങ്ങൾ കുറേ നിധി കണ്ടെത്തി എന്ന് പറഞ്ഞ് എല്ലാവരും അവിടേക്ക് വാർത്തകൾ തിരിക്കുന്നു, അവിടേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകുന്നു. എന്നാൽ യഥാർത്ഥ നിധി എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ ഈ സക്രാരിയിലാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനേക്കാളും വിലപിടിപ്പുള്ള മൂല്യമുള്ള നിധി ഈ ഭൂമിയിൽ വേറെ എവിടെയും കാട്ടിത്തരാനില്ല. ഇത് പറഞ്ഞപ്പോൾ ശരീരം വല്ലാണ്ട് കുളിർമ കോരുന്നുണ്ടായിരുന്നു. കാര്യം മനുഷ്യരെല്ലാവരും ഈ ഭൂമിയുടെ നശിച്ചു പോകാവുന്ന ഒരു സമ്പാദ്യത്തിന് പിന്നാലെ ഓടുമ്പോൾ കൃത്യമായ നിധിയെ തൊട്ട് പിന്നാലെയുള്ള സക്രാരിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു രൂപതാമെത്രാൻ പ്രസംഗിച്ചപ്പോൾ അതെല്ലാവർക്കും ഒരു ഐ ഓപ്പണിംഗ് ആയിരുന്നു. ഇൻ ദ ഗോസ്പല് ക്രിസ്തു ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ക്രിസ്തു പറയുകയാണ്: ഞാനാണ് ജീവൻ്റെ അപ്പം, ഞാനാണ് ഈ ഭൂമിയിൽ ഏറ്റവും വിലപിടിപ്പുള്ളത്, ഇതിനേക്കാളപ്പുറം മൂല്യമുള്ളത് ശ്രേഷ്ഠമായത് മറ്റൊന്നുമില്ല. മറ്റൊക്കെ നശിച്ചു പോവും, മറ്റതൊക്കെ മോഷ്ടിക്കപ്പെടാം, മറ്റതൊക്കെ കള്ളന്മാർ കൊണ്ടുപോകാം, പക്ഷെ എന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ ഓർക്കണം, നമ്മുടെ മുമ്പിൽ എളിമയോടുകൂടി ആഗതനായിരിക്കുന്ന ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ, ആ മൂല്യത്തെ തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കാനാണ്? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.